ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 2 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത, ശ്രദ്ധാമയോऽയം പുരുഷോ യോ യത് ശ്രദ്ധാ സ ഏവ സ. ഭരത, ഹേ ഭരതവംശജ, സത്വാനുരൂപ, സ്വഭാവഗുണത്തിന് അനുസൃതമായാണ്, സർവസ്യ എല്ലാവരും ഓരോരുത്തർക്കും, ശ്രദ്ധ ഭവതി ശ്രദ്ധയുണ്ടാകുന്നത് അഥവാ വിശ്വാസം അഥവാ താല്പര്യം ഉണ്ടാകുന്നത്, അയം പുരുഷ ഈ പുരുഷൻ അതായത് ജീവാത്മാവ്, ശ്രദ്ധാമയ ശ്രദ്ധാരൂപനാണ്, യഹ ഒരാൾ, യത് ശ്രദ്ധ ഏതുതരം ശ്രദ്ധയുള്ളവനാണോ, സഹ അവൻ, സ ഏവ ആ വിധമുള്ളവൻ തന്നെ ആയിത്തീരുന്നു. ഹേ ഭരതവംശജ, സ്വഭാവഗുണത്തിന് അനുസൃതമായാണ് ഓരോരുത്തർക്കും ശ്രദ്ധ ഉണ്ടാകുന്നത് അഥവാ വിശ്വാസം, ഓരോ വിഷയത്തിനുമുള്ള താല്പര്യം ഉണ്ടാകുന്നത്. ഈ ജീവാത്മാവ് ശ്രദ്ധാരൂപനാണ്. ഒരാൾ ഏതുതരം ശ്രദ്ധയുള്ളവനാണോ അവൻ ആ വിധമുള്ളവൻ തന്നെ ആയിത്തീരുന്നു. ഓരോരുത്തരുടെയും സ്വഭാവഗുണത്തിന് അഥവാ വാസനകൾക്കനുസരിച്ചാണ് ശ്രദ്ധ അഥവാ വിശ്വാസം അഥവാ ഓരോ വിഷയങ്ങളിലുമുള്ള താല്പര്യം ഉണ്ടാകുന്നത്. അവനിലുള്ള ആ ഗുണവിശേഷങ്ങൾക്കനുസരിച്ചാണ് ഈ താല്പര്യം ഉണ്ടാകുന്നത്. ഒരാൾ സാത്വിക ഗുണപ്രധാനിയാണെങ്കിൽ അയാളുടെ ശ്രദ്ധയും അതായത് താല്പര്യവും സാത്വികമായിരിക്കും. അതുപോലെ തന്നെ രാജസികവും താമസികവും. ഒരുവൻ ഏത് തരം ശ്രദ്ധയുള്ളവനാണോ അവൻ ആ ഗുണവിശേഷം ഉള്ളവനായി തന്നെ തീരുന്നു. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഒരുത്തനിലുള്ള ഗുണവിശേഷങ്ങൾക്കനുസരിച്ചാണ് അവനിൽ ഒരു വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകുന്നത്. അതുപോലെ തന്നെ അവൻ ഏത് വിഷയത്തിലാണോ ശ്രദ്ധയുണ്ടാകുന്നത് അതനുസരിച്ചുള്ള ഗുണവിശേഷം അവനിൽ വളർന്നു വരികയും ചെയ്യും. ഇത് പരസ്പര പൂരകങ്ങളാണ്. സാത്വികനോ രാജസികനോ താമസികനോ ഏതും ആയിത്തീരുന്നത് ഈ ശ്രദ്ധയുടെയും ഗുണവിശേഷങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. സാത്വികരായവർ സാത്വികമായ നിഷ്കാമകർമ്മങ്ങളിൽ മുഴുകുകയും പരമാത്മതത്വത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. രാജസികളായുള്ളവർ അതിനനുഗുണമായ കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെടുകയും അതിനുതകുന്ന ദേവതകളെ ആരാധിക്കുകയും ചെയ്യുന്നു. താമസികളായവരോ നീചമായ കർമ്മങ്ങളിൽ മുഴുകുകയും ആസുരശക്തികളെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുവനിലുള്ള ജന്മനാ ഉള്ള ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അയാളിൽ ഈ ശ്രദ്ധ ജനിക്കുന്നത്. അപ്പോൾ ആ ശ്രദ്ധയെ എപ്രകാരം പരിപോഷിപ്പിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളിൽ വീണ്ടും ഗുണവിശേഷങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ ആ ശ്രദ്ധ, വിശ്വാസം, താല്പര്യം ഏതിലാണോ അതിനനുസരിച്ചാണ് അയാളിൽ ഈ ഗുണവിശേഷങ്ങൾ വന്നു ചേരുന്നത്. സാത്വികനോ രാജസികനോ താമസികനോ ഒക്കെ ആയിത്തീരുന്നത് ഈ ശ്രദ്ധയ്ക്കനുസരിച്ചാണ്. അഥവാ ഏത് വിഷയത്തിൽ വിശ്വാസവും താല്പര്യവും ഉണ്ടാകുന്നു എന്നതിനനുസരിച്ചാണ് ഗുണവിശേഷങ്ങളും വളർന്നു വരുന്നത്. ആ ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാത്വികനോ രാജസികനോ താമസികനോ ആയി തീരുന്നത്.
ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.